നമസ്കാരം, ജയസുപ്രത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ യാത്രയിൽ നമ്മൾ എത്തിപ്പെട്ടത് വളരെ യാദൃശ്ചികമായിട്ടാണ്. അപ്പം നമ്മുടെ കൂടെ നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാണുന്നത് കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, പുതുപ്പള്ളിയിലുള്ള സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്. അതിലുപരിയായിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ പള്ളി വാർത്തകളിലൂടെയൊക്കെ സുപരിചിതമാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇടവക പള്ളി കൂടിയാണ്. ഈ മെയിൻ ഗേറ്റിന് ഇരുവശത്തുമായിട്ട് കാണുന്ന ചിന്തിക്കടകൾ കണ്ടപ്പോഴത്തേക്കും മനസ്സിൽ ഒരു ചെറിയ നൊസ്റ്റാൾജി അടിച്ചു. കാരണം ഈ പ്രാവശ്യം നമ്മൾ ലീവിന് വന്നപ്പോഴത്തേക്ക് പള്ളിപ്പെരുന്നാളുകളുടെ സീസൺ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടാൻ പറ്റിയില്ല, ഒരു പള്ളിപ്പെരുന്നാളും കൂടാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഇത് കടകളൊക്കെ ചിന്തിക്കടയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരാശ്വാസം. പടവുകൾ കയറി മുകളിലോട്ട് എത്തുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു സർറിയൽ ഫീലായിരുന്നു. അനുഭവിച്ച് മാത്രം അറിയാൻ പറ്റുന്ന ഒരു പ്രത്യേക ഫീല്. 250 വർഷം പഴക്കമുള്ള പള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലൊന്ന് ആലോചിച്ചു പോയി, ഇവിടെ എത്ര ജനങ്ങളായിരിക്കും ഈ കാലയളവിൽ വന്നു പോയേക്കുന്നത്. അതുപോലെ പഴമയുടെ ദൃശ്യഭംഗി ഒട്ടും ചോരാതെ കാത്തു സൂക്ഷിച്ചേക്കുന്ന ഒരു പരിപാവനമായ സ്ഥലം. ഇതൊരു അൺപ്ലാൻഡ് വിസിറ്റ് ആണെങ്കിലും ശരിക്കും ഒരു നിയോഗം പോലെ ഇവിടെ വന്നു പോയപ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലൊരു നല്ല കുളിർമയാണ് ഉണ്ടായത്. ഇനി നമുക്ക് പള്ളിയുടെ പുറകുവശത്തേക്ക് പോകാം. ഇവിടെ കണ്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ്. അപ്പം ഇവിടെയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. എന്ത് പറയണമെന്നറിയത്തില്ല. ദിസ് വാസ് ട്രൂലി എ മൊമെൻ്റ് ഓഫ് റിഫ്ലക്ഷൻ, എ റിമൈൻഡർ ഓഫ് ദ മാൻ ഹു സെർവ്ഡ് ഫോർ ഹിസ് പീപ്പിൾ വിത്ത് സച്ച് എ ഡെഡിക്കേഷൻ. മനസ്സിന് ശരിക്കും ഒരു വിങ്ങലാണ് തോന്നിയത്. നമ്മുടെ ആരുമല്ലായിരുന്ന ഒരു മനുഷ്യൻ, പക്ഷേ നമ്മുടെ ആരൊക്കെയായിരുന്ന ഒരു വലിയ മനുഷ്യൻ. മുറ്റത്ത് വേറൊരു മഹാത്ഭുതം കൂടെ നമ്മളെ കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ മുത്തശ്ശി മാവ്, ഇതിലിപ്പോഴും മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. 100 വയസ്സായതിൻ്റെ ആദരവെന്നോണം മുത്തശ്ശിയെ പൊന്നാടെ അണിയിച്ചേക്കുന്നു. ഈ ബോർഡിൽ എഴുതിയേക്കുന്നത് വായിച്ചപ്പം ശരിക്കും കൗതുകമാണ് തോന്നിയത്, നമ്മളോടൊരാൾ സംസാരിക്കുന്നത് പോലെ. അപ്പം മുത്തശ്ശിക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. മുത്തശ്ശി മാവ്. മക്കളെ, മുത്തശ്ശി ഈ തിരുമുറ്റത്ത് എത്തിയിട്ട് 3.5 ദശാബ്ദങ്ങളായി. അന്ന് കൂട്ടിന് എന്നെപ്പോലെ പല തരക്കാരുണ്ടായിരുന്നു. കാലാകാലങ്ങളായി ആരൊക്കെയോ മഴുപെറിഞ്ഞ് എല്ലാവരെയും ഇല്ലാതാക്കി. കാൽക്കരങ്ങൾ മുറിക്കപ്പെട്ടെങ്കിലും ഞാൻ നിലനിൽക്കുന്നു. നിങ്ങളെയൊക്കെ അടുത്ത് കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നും. മുത്തശ്ശി തനിച്ചല്ലല്ലോ എന്നോർക്കും. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നല്ലേ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. ആരെയും നോവിക്കരുത്. അന്യന് ഉതകാത്ത ജീവിതം വ്യർത്ഥമാണെന്ന് അറിയുക. ഇത്രയും പ്രതീക്ഷയല്ല നമ്മൾ ഇവിടെ എത്തിയത്. നമ്മൾ വഴിപോക്കരായിട്ട് വന്നു, പക്ഷെ നമ്മൾക്ക് ഇവിടുന്ന് കിട്ടിയ അനുഭവം വളരെ വലുതാണ്. കാര്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം, ഒരു നിറവും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. നമ്മൾക്കിത് നല്ലൊരു അനുഭവമായിരുന്നു. അതുപോലെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ ഒട്ടും മടിക്കാതെ ഒന്ന് വന്ന് കാണേണ്ട സ്ഥലമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. വീണ്ടും കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.